ഹലോ! ഞാൻ ഇന്ന് എൻ്റെ പ്രോഡക്റ്റ് റിവ്യൂ നമ്പർ 3 ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് പി സേഫ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. ഡിസ്പോസിബിൾ യൂറിനേഷൻ ഡിവൈസ്. ഇതിനെപ്പറ്റി പറയുന്നതിന് മുന്നേ ഞാനൊരു കഥ ചൊല്ലട്ടുമാ. ഇത് നടക്കുന്നത് ലാസ്റ്റ് ഇയറാണ്. കഴിഞ്ഞ വർഷം എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എൻ്റെ മെറ്റേണിറ്റി ബാഗ് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുമല്ലോ. അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കില്ലേ, എന്നൊക്കെ സാധനം വേണമെന്ന് മറന്നു പോകാതിരിക്കാൻ വേണ്ടി. ആ ടൈമിലാണ് ഞാൻ ഈ സ്റ്റാൻഡ് അലോൺ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റിനെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെന്ത് സാധനം, പിന്നെയാണ് അതിനെപ്പറ്റി നോക്കിയപ്പോഴാണ് പി സേഫ് എന്ന് പറഞ്ഞ ഈ ഡിവൈസിനെ പറ്റി ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ ശരിക്കും റിഗ്രറ്റ് ചെയ്തു കേട്ടോ. കാരണം നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നമ്മൾ മിസ് ഔട്ട് ചെയ്തില്ലേ. കാരണം അത് നമുക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഒരു റിവ്യൂ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഇത് ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമല്ലോ. പ്രഗ്നൻസി ടൈമിൽ നമ്മൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് നമുക്ക് പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ടി വരിക. കാരണം ചിലപ്പോൾ അത് ഹൈജീൻ അല്ലെങ്കിൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചത്. കാരണം നമുക്ക് പെയിനും ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം യൂറിനറി ഇൻഫെക്ഷനുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇതൊരു ലിമിറ്റ് വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതെന്ന് പറയുന്നത് വളരെ പോർട്ടബിൾ, ലീക്ക് പ്രൂഫ്, ഈസി ടു യൂസ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മെറ്റേണിറ്റി ലിസ്റ്റ് പാക്ക് ചെയ്ത സമയത്ത് ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഓർഡർ ചെയ്തു. ആമസോണിൽ കൂടി തന്നെയാണ് ഓർഡർ ചെയ്തത്. ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ഡെലിവറി കഴിയുമ്പോൾ ഞാൻ കുറേ പേർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് സ്റ്റിച്ച് ഉള്ളതുകൊണ്ട് ഭയങ്കര പെയിൻ ആയിരിക്കും ഇരിക്കാനും നിൽക്കാനും എന്നൊക്കെ. അപ്പോൾ ഞാൻ ഓർത്തു ആ ടൈമിലൊക്കെ നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. പക്ഷേ എനിക്ക് എൻ്റെ ആ ടൈമിൽ അത് ആവശ്യം വന്നില്ല. കാരണം എനിക്കധികം സ്റ്റിച്ചിന് പെയിനൊന്നുമില്ല. ഞാൻ ഭയങ്കര കൂളായിട്ട് എനിക്ക് പ്രസവമൊക്കെ അധികം പെയിനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരുവിധം രക്ഷപ്പെട്ടു പോയി. അതുകൊണ്ട് എനിക്ക് ആ ടൈമിൽ ആവശ്യം വന്നില്ല. പക്ഷേ ഞാനിപ്പം എൻ്റെ ഡയപ്പർ ബാഗിൽ, കുഞ്ഞിൻ്റെ ഡയപ്പർ ബാഗിൽ നമ്മളിപ്പം ഹാൻഡിൽ ചെയ്ത് നടക്കുകയാണല്ലോ. അപ്പം അതിനകത്ത് ഈ ഒരു പാക്കറ്റ് എപ്പോഴും കാണും നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി. ഇത് പ്രഗ്നൻ്റ് ആയ വുമണിന് മാത്രമല്ല കേട്ടോ. ക്യാമ്പിങ്, ഹൈക്കിങ്, ട്രാവലിംഗ് ചെയ്യുന്നവർക്ക്, പിന്നെ ജോയിൻറ്റ് പെയിനുള്ള അങ്ങനെയുള്ള എല്ലാ ആർക്കും ഇത് യൂസ്ഫുൾ ആണ്. ആക്ച്വലി എല്ലാ ഗേൾസിൻ്റെ കയ്യിലും ഈ ഒരു പാക്കറ്റ് ഉള്ളത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് എപ്പോഴാണ് ഒരാവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ ഒരവസ്ഥയാണ്. ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ലീക്ക് പ്രൂഫ് ഒക്കെയാണ്. ഇതെന്ന് പറയുന്നത് മെറ്റീരിയൽ എന്ന് പറയുന്നത് പേപ്പറാണ്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ലാമിനേറ്റഡ് സോളിഡ് ബ്ലീച്ച്ഡ് പേപ്പർ ആയതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ യൂസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് ഡിസ്പോസിബിൾ ആണ്. പിന്നെ നമുക്ക് വൺ ടൈം യൂസ് ആണ് ഇതെന്ന് പറയുമ്പം ഈ ഒരു പാക്കറ്റിനകത്ത് 12 പീസസ് ആണ് ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ ഡയറക്ഷൻസ് ഓഫ് യൂസ് ഒക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ ഇതൊരു ഫണലാണ്, അതെടുക്കുക, അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ക്രോച്ച് ഏരിയയിലേക്ക് വെക്കുക, എന്നിട്ട് അത് കറക്റ്റ് പൊസിഷനിലേക്ക് ഒന്ന് ടിൽറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് യൂറിനേറ്റ് ചെയ്യുക, ദെൻ ഡിസ്പോസിറ്റ്. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പിന്നെ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസാണ് ഞാനിപ്പം നമ്മുടെ ആമസോണിലെ ലിങ്കാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തുള്ള ഡീറ്റെയിൽസാണ്. ഇത് ആക്ച്വലി വളരെ പ്രൈസ് കുറവാണ് കേട്ടോ. എനിക്ക് ഇതുപോലത്തെ 2 പാക്കറ്റുണ്ട്. ഞാൻ ഇപ്പം അവെയറാണ്, അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ബാഗിൽ എപ്പോഴും ഈ സാധനം കാണും കേട്ടോ. കാരണം നമുക്ക് ഒരു പ്രാവശ്യം പണി കിട്ടി. അതുകൊണ്ട് ഇനിയിപ്പം ഇനി വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി പ്രിപ്പയർഡാണ്. ഓക്കെ, ഇപ്പം ഇത് പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വൺ ടൈം യൂസ് അല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പേപ്പർ അല്ലാത്ത പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഐറ്റം കൂടെ ഉണ്ട്. അതും ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. അത് കുറച്ചുകൂടെ ബെനിഫിറ്റാണ്. കാരണം അത് ലോങ് ടൈം യൂസാണ്. പക്ഷേ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് പി ബഡി. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഡിവൈസ് തന്നെ സെയിം ടു സെയിം ആണ് ഡിവൈസ്. അത് ജസ്റ്റ് ഒന്ന് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നിവർത്തി വെക്കുക, അത്രേ ഉള്ളൂ. സെയിം ടു സെയിം ആണ്. യൂസൊക്കെ സെയിം ടു സെയിം. പക്ഷേ നമുക്ക് ഈ പേപ്പർ വെച്ച് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് ആണെങ്കിലും നമുക്കത് കുറച്ച് നാളും കൂടെ ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാശ് ചിലവ് പിന്നെ വരുന്നില്ല. അതാണ് സംഗതി ഉള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി ഉള്ള രണ്ടിനെ പറ്റിയുള്ള ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ മേടിക്കുക. സോ ബി സേഫ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പ്രോഡക്ട്സിനെ പറ്റിയുള്ള റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.